ഹായ്, നമുക്കിന്നൊരു നാടൻ പലഹാരം കിണ്ണത്തപ്പം. അത് പക്ഷെ ഒരു പുതിയ സ്റ്റൈലിൽ കേട്ടോ, അതുകൊണ്ടാണ് ഈ വീഡിയോ. ഇത് ഞാൻ കുറച്ച് മട്ട അരിയുടെ ചോറുണ്ടായിരുന്നു, ഒരു അര ചട്ടുകം ചോറ് കേട്ടോ. അതിനൊന്ന് നന്നായി അരച്ചെടുത്തതാണ്. ഇനി ഇത് പച്ചരി അരച്ചത് അതുകൂടെ കൂടെ ചേർക്കണേ. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഈ പച്ചരിയിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു അരമുറി തേങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം. ഈ ചോറടിച്ചതും ഈ പച്ചരി അരച്ചതും കൂടിയിട്ട്. അപ്പോൾ നമുക്കൊരു ലേശം ഉപ്പും കൂടി ചേർക്കണം. പിന്നെ ശർക്കരയാണ് ചേർക്കണത് കേട്ടോ. അങ്ങനെ ഉപ്പും ചേർത്തേ. അപ്പം നമ്മൾ അതിങ്ങനെ നല്ലോണം ചേർത്ത് ഉപ്പും ചേർത്ത് കേട്ടോ. ഇനി ശർക്കരപ്പാവാണേ, ആ ശർക്കരപ്പാവും കൂടി ചേർക്കട്ടെ കേട്ടോ. ഒരു അച്ചാണെന്ന് വെച്ചാൽ ഒരു നാഴി അരിയാണുള്ളത്, ഒരു കപ്പ് ചോറുള്ളത്. അച്ചാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 5 അച്ച് ശർക്കര. അല്ല വെച്ചാൽ നമുക്ക് നമ്മൾ ശർക്കര ഉരുക്കി പാവാണെന്ന് വെച്ചാൽ നമുക്ക് കഷ്ടി ഒരു 5 അച്ച് ശർക്കര ഉരുക്കിയിട്ടുള്ള പാവ കേട്ടോ. ഇത് ഞാൻ എന്ത് വെച്ചാൽ ഉരുക്കിയിട്ടാണ് ഒഴിച്ചത്. ഇനി ഇതിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. നല്ല അത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇത് നമ്മൾ പൊങ്ങാൻ വെക്കണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ചേർത്തത് കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇല്ലാണ്ട് ഉണ്ടാക്കാം, പക്ഷെ അപ്പോൾ ഒരു പുളി വരും നാളേക്ക് ആക്കുമ്പോൾ. അപ്പോൾ അന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തു. ഇനി ഇതിനെ ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പം കേട്ടോ. ഇനി ഇതിൽ ഞാൻ വേറെ എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഒരു നെയ്യിൽ വറുത്ത് അങ്ങനെ ചേർക്കാം. അപ്പോൾ ഞാൻ അതേപോലെ ഏലക്കായ, ജീരകം പൊട്ടിച്ചത്, തേങ്ങാക്കൊത്ത് പൊട്ടിച്ചത്, അതൊക്കെ ഇതിലിടുന്നുണ്ട്, കാണിക്കാം. അപ്പം നമ്മൾ നേരത്തെ ആ ബേക്കിംഗ് പൗഡർ ഇട്ടു പറഞ്ഞില്ലേ, അതിൻ്റെ ശേഷം ഇത് ജീരകം കുറച്ച് നെയ്യിൽ വറുത്തത്, ഇത് എള്ള്, ഇത് ഏലക്കാപ്പൊടി, ഇത് കുറച്ച് കാജുവും പിന്നെ തേങ്ങാക്കൊത്തും അതും വറുത്തെടുത്തത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതങ്ങനെ നെയ്മയം പുരട്ടിയ ഈ പാത്രത്തിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കാനാണ് കേട്ടോ. കാണിക്കാം. ഇതണ്ടങ്ങനെ ഒരു വലിയ പാത്രത്തിൽ ഞാൻ ഈ സ്റ്റാൻഡ് പോലെ, നമ്മൾ കുക്കറിൻ്റെയൊക്കെ ഇതില്ലേ, അങ്ങനത്തെ സ്റ്റാൻഡ് പോലത്തെ ഒരു പാത്രം വെച്ചിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഈ വെള്ളം ഒന്നങ്ങോട്ട് തിളപ്പിച്ചു. അപ്പോൾ വെള്ളം തിളച്ചതാണ്. ഇനി അതിൻ്റെ മീതെയാണ് നമ്മളിപ്പോൾ ഇതിൽ വെച്ചത്. ഇതിൻ്റെ മീതെ വയ്ക്കും. ഒരു വലിയൊരു അടപ്പുകൊണ്ട് അടച്ച് വയ്ക്കും കേട്ടോ. കാണിക്കാം. അപ്പം അതങ്ങനെ നമ്മൾ ആ പാത്രത്തിൽ ഈ പ്ലേറ്റിലാക്കിയിട്ട്, ഇത് കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ്, അതിലാക്കിയിട്ട് ഇതിൽ വെച്ചു കേട്ടോ. ഇതിലും അത് നിറച്ചാക്കാൻ പാടില്ലേ, ഇങ്ങനെ പകുതിയിലധികം അത്രേ പാടുള്ളൂ. കുറച്ചൊരു കഷ്ടി 1 ഇഞ്ചോളം സ്ഥലം ബാക്കി ഉണ്ടാവണം. ഇനി ഇത് പൊന്തി ഒരു ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പം കേട്ടോ. ഇപ്പം നമ്മൾ അരച്ചു, ഇപ്പം തന്നെ ഉണ്ടാക്കുക. ഇനി ഇതിനെ നേരത്തെ കാണിച്ചില്ലേ ആ പാത്രം, നമ്മളിതങ്ങനെ അടച്ചു വെച്ചു. ഇങ്ങനെ വലിയൊരു അടപ്പുകൊണ്ട് അടച്ചു വെച്ചു. എന്നിട്ട് സിമ്മിലാക്കി കേട്ടോ. തിളച്ച വെള്ളമാണല്ലോ, അപ്പോൾ അത് വല്ലാണ്ട് പൊന്തി തിളയ്ക്കാൻ പാടില്ല വെച്ചിട്ടാണ്. ഇപ്പോൾ സിമ്മിൽ വെച്ചു. ഇനി ഇതൊരു 30 മിനിറ്റ് ഇരുന്നാൽ റെഡിയാവും. എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ നേരെ വെന്ത് കിട്ടി. ഒരു സിമ്മിൽ ഒരു 20 മിനിറ്റ് കേട്ടോ. ഇതപ്പോൾ റെഡിയായി. ഇതാണ്ടോ, അങ്ങനെ ഞാൻ ഇതിങ്ങോട്ട് തിരിച്ചിട്ടിട്ട് കാണിക്കാം. ഇതാ കണ്ടോ, ഇതങ്ങനെ ഈ പാത്രത്തിൽ നിന്ന് മുഴുവനെ പോന്നു.
ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിതിനെ നല്ല ഫ്ലഫിയാണ്. കാണാനുണ്ടോ? കണ്ടോ? ഇതാണ് ഒരു സ്പെഷ്യൽ കിണ്ണത്തപ്പം. ഇനി ഞാൻ കണ്ടോ? അപ്പം മുറിച്ചിങ്ങനെ എടുത്തു. അപ്പോൾ കണ്ടോ? അതങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് 2-3 ദിവസമൊക്കെ ഇത് നല്ല ഫ്ലഫിയാണ്. കണ്ടോ? അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കേ.